നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശികളായ 3 പേർ മരിച്ചു. മരിച്ചത് കുന്നംകുളം സ്വദേശികൾ. ലോക പരിസ്ഥിതി ദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. പുതുക്കാട് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക്, വലഞ്ഞ യാത്രക്കാർ. പട്ടയങ്ങളുടെ പകർപ്പ് കല്ലൂർ വില്ലേജ് ഓഫീസിൽ കണ്ടെത്താനായില്ല. കല്ലൂരിലെ ഭൂ ഉടമകൾ പ്രതിസന്ധിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം തേഞ്ഞിപ്പാലത്ത് കോഹിനൂരിൽ വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശികളായ ദമ്പതികളടക്കം 3 പേർ മരിച്ചു. കുന്നംകുളം പന്നിത്തടം സ്വദേശികളായ ചിറമനങ്ങാട് കോട്ടപ്പുറത്ത് വീട്ടിൽ ഷഹീദ, ഭാര്യ ഷഹീന, ഷഹീനയുടെ അമ്മാവന്റെ മകൾ ജഹാന എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു. അപകട സമയത്ത് വലിയ മഴയുണ്ടായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരുക്കേറ്റവരെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും എത്തി ചേളാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. ലോക പരിസ്ഥിതി ദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. വിവിധയിടങ്ങളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണങ്ങൾ കാണാം. വേലുപ്പാടം ഫീൽഡ് റിസർച്ച് സെന്ററിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പഞ്ചായത്ത് അംഗം സുഹറ മജീദ് ഉദ്ഘാടനം ചെയ്തു. FRC അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ VB ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ VK അശോകൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സരിത, വേലുപാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജോഫി C മഞ്ഞളെ, പഞ്ചായത്ത് അംഗങ്ങളായ സതി രവി, സുധിനി രാജീവൻ, FRC സയന്റിസ്റ്റ് ഇൻചാർജ് ഡോക്ടർ സിൽജോ ജോസഫ്, ടെക്നിക്കൽ ഓഫീസർ VC ജിനേഷ് എന്നിവർ പ്രസംഗിച്ചു. വനവൃക്ഷ തൈകളുടെ വിതരണവും ബോധവൽക്കരണ ക്ലാസും ചടങ്ങിൽ നടത്തി. നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ അധ്യക്ഷൻ ഡോക്ടർ BV ശ്രീകുമാർ സാറാണ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ, ഈ ഫീൽഡ് റിസർച്ച് സെന്ററിന്റെ ചെയർമാൻ, അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിസ്ഥിതി ദിനത്തിൽ ഇത് എല്ലാ വർഷവും ഇവർ ഇത്ര ഭംഗിയായിട്ട് നടത്താറുണ്ട്. കുട്ടികൾക്ക് പരിസ്ഥിതി ദിനത്തെ കുറിച്ചൊരു ക്ലാസ്സും തൈ വിതരണവും ഒക്കെ പറയും നല്ല ഭംഗിയായിട്ട് എല്ലാ വർഷവും നടത്താറുണ്ട്. ഞാൻ പ്രാവശ്യവും മുൻപൊക്കെ ഈ ദിനത്തിൽ ഇവരിവിടെ അതിഥിയായിട്ട് എന്നെ ക്ഷണിക്കാറുണ്ട്. ക്ഷണിച്ചതിന് ഞാൻ ഈ സ്ഥാപനത്തിനോട് എൻ്റെ നന്ദി പറയുകയാണ്. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പ്രകൃതിയോട് ഇത്തിരി സ്നേഹം പുലർത്തിയാൽ മാത്രം മതി. അത്രയാണ്. അതിന് മറ്റൊരു സന്ദേശമില്ല. ഇപ്പോൾ പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇൻസ്പയർഡ് ബൈ ദി നാച്ചർ, ഫോർ ദി ക്ലൈമറ്റ്, ഫോർ ദി ഫ്യൂച്ചർ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അധ്യക്ഷസ്ഥാനത്തിരുന്ന് സുബ്രഹ്മണ്യം പറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ആ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ അവിടെ ഇവിടെ ഇടുന്നത്. വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് ആ കൊല്ലം ഓർമ്മയില്ല, അത് ഏത് പത്രത്തിൽ വന്നതെന്നൊന്നും ഓർമ്മയില്ലെങ്കിലും ആ ദൃശ്യം എനിക്ക് വളരെ പ്രത്യേകമായിട്ട് ഓർമ്മയുണ്ട്. നമ്മുടെ തൃശ്ശൂർ ടൗണിൽ ഒരു വേസ്റ്റ് ബിന്ന് വലുത് വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും അലക്ഷ്യമായിട്ട് മാലിന്യ കൂമ്പാരം അതിലില്ല, വേസ്റ്റ് ബിന്നിലല്ല, അതിന് ചുറ്റും അലക്ഷ്യമായി ഇടുന്നതിൻ്റെ ഇടയിൽ ഒരു വിദേശ വനിത വന്നിട്ട് അവരുടെ വേസ്റ്റ് അവിടെയൊക്കെ മലിനായി കിടക്കണതിൻ്റെ അപ്പുറത്തോടെ ചവിട്ടി കയറി ആ വേസ്റ്റ് ബിന്നിലിടുന്നൊരു ചിത്രമാണ്. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? അത് വാസം സാധ്യമാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ക്ലാസ്സിൽ നിന്ന്, ഓരോ 8ാം ക്ലാസ്സിൽ നിന്ന് 1ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങളാണ് പ്രതിനിധീകരിച്ചു വന്നിരിക്കുന്നത്. കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാഘോഷം പച്ചക്കുട നിവർത്താം ഭൂമിക്ക് തണലേകാം എന്ന മുദ്രാവാക്യവുമായി ചെങ്ങാലൂർ GLPSൽ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ രാജു തലയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. പുതുക്കാട് പഞ്ചായത്ത് കൃഷി ഓഫീസർ CR ദിവ്യ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് KS സജീവൻ,
പഞ്ചായത്ത് അംഗങ്ങളായ ജോയ് മഞ്ഞളി, ജയൻ തെക്കുംപുറം, മനീഷ, സതി രജീഷ്, പ്രധാന അധ്യാപിക AR ദിവ്യ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഫലവൃക്ഷ തൈകൾ സ്കൂൾ അങ്കണത്തിൽ നട്ടുപിടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ 100 മാവിൻ തൈകൾ നട്ട് പുതുക്കാട് ഫൊറോന പള്ളി. ലോക പരിസ്ഥിതി ദിനത്തിൽ 100 മാവിൻ തൈകൾ നട്ട് പുതുക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി നോബിൾ ഐനിക്കൽ, കൈക്കാരന്മാരായ ജോഷി പൊന്തക്കൻ, പോൾസൺ കൊടവരക്കാരൻ, ഡെയ്സൺ മഞ്ഞളി, കേന്ദ്രസമിതി ഭാരവാഹികളായ മാർട്ടിൻ പുളിക്കൻ, ജോസാൻഡോ തോമസ്, ജോൺസൺ പുളിക്കൻ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെയും ബ്ലോക്ക് പെൻഷനേഴ്സ് ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ പുതുക്കാട് പ്രഭാഷണം സംഘടിപ്പിച്ചു. റിട്ടയേർഡ് ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ AO സണ്ണി ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് നൽകിയ ഔഷധ സസ്യ തൈകളുടെ വിതരണോദ്ഘാടനം ലൈബ്രറി കൗൺസിൽ മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് രാജൻ നെല്ലായി നിർവഹിച്ചു. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രബന്ധ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ KK ജയയെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം, ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം K സുകുമാരൻ, VM ഹംസ, TA വേലായുധൻ, KO പൊറിഞ്ചു, ഫ്രാങ്കോ G മഞ്ഞളി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PR പ്രശാന്ത് തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അമ്പിളി സജീവൻ, പഞ്ചായത്ത് അംഗം KS ജോൺസൺ, ഭരണസമിതി അംഗങ്ങളായ നിഷി ശശിധരൻ, ഡേവിസ് പൊഴോലിപ്പറമ്പിൽ, S ഹരീഷ് കുമാർ, KK സുരേന്ദ്രൻ, KS രഘു, ശ്രീഹരി കർത്ത, PV ബിജു, P നന്ദകുമാർ, റിൻഷിത ഷിഫാജ്, സെക്രട്ടറി ബ്രീസി ജോൺ എന്നിവർ പ്രസംഗിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പാതയോരം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകളും ചെടികളും നട്ട് കല്ലൂരിലെ വ്യാപാരികൾ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്ക് യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യൻചിറ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോയ് കാവിൽ, രക്ഷാധികാരി അന്തോണി നമ്പിടിയാടൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് നെൽസൺ സെബാസ്റ്റ്യൻ, സെക്രട്ടറി ബിനീഷ് വിൽസൺ, വനിതാ വിംഗ് പ്രസിഡന്റ് സുജ വർഗീസ്, വൈസ് പ്രസിഡന്റ് ലൂസി ജോസ്, എക്സിക്യൂട്ടീവ് അംഗം KP ജോസ എന്നിവർ നേതൃത്വം നൽകി. ഇഞ്ചക്കുണ്ട് ലൂർദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും പരിസ്ഥിതി ദിന സന്ദേശം നൽകിക്കൊണ്ട് വൃക്ഷത്തൈ നടുകയും ചെയ്തു. PTA പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, പഞ്ചായത്ത് അംഗം KS ജിഷാദ, സ്കൂൾ ട്രസ്റ്റി ജിനോയ് പീടികമലയിൽ, അധ്യാപികമാരായ ഷിയ റിക്സൺ, സിമി ലിജിമോൾ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അളഗപ്പ നഗർ ത്യാഗരാജ പോളിടെക്നിക് കോളേജിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. കോളേജ് പ്രിൻസിപ്പാൾ ലിജോ ജോൺ ഹരിതം 2026 ഉദ്ഘാടനം നിർവഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇലക്ട്രിക്കൽ വിഭാഗം മേധാവി NP സെബി, NCC ഓഫീസർ MA പ്രശോഭ, ഭൂമിത്ര സേന കോർഡിനേറ്റർ ജോഷി ആൻഡേഴ്സൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സുസ്ഥിര പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീൽ നടത്തി. പുതുക്കാട് ഫയർ സ്റ്റേഷനിലാണ് തൈകൾ നട്ടത്. പരിപാടി കൊടകര ബ്ലോക്ക് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സുസ്ഥിര പാലിയേറ്റീവ് കെയർ അംഗങ്ങളും പുതുക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ ജോജി വർഗീസിന്റെ നേതൃത്വത്തിൽ ഫയർ സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. നടാനുള്ള തൈകൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നൽകി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണമ്പേട്ട യൂണിറ്റ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷത്തൈകളുടെ വിതരണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് K ശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് രാജു ജോൺസൺ അധ്യക്ഷനായി. KK ജോൺ, CL തോമസ്, KP രാജേഷ്, സജിത മണികണ്ഠൻ, ഡോളി ജോഷി, ജെൻസൺ പുത്തൂർ, പാപ്പച്ചൻ എന്നിവർ പ്രസംഗിച്ചു. മുരിയാട് പഞ്ചായത്ത് കൃഷിഭവൻ വനിതാരാമം ജനകീയാസൂത്രണ പദ്ധതിയുടെ ഉദ്ഘാടനം മുരിയാട് വേഴക്കാട്ടുകരയിൽ സംഘടിപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു.
കൃഷി ഓഫീസർ അഞ്ജു ബി രാജ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നികിത അനൂപ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മുരളി, പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തൊകലത്ത്, ഷീജ മോഹനൻ, CDS ചെയർപേഴ്സൺ മിനി സത്യൻ, CDS വൈസ് ചെയർപേഴ്സൺ രമ്യ, കുടുംബശ്രീ അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വനിതകൾക്ക് വിവിധ ഗ്രൂപ്പുകളായി ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നതിനായി തൈകളും ജൈവവളങ്ങൾ, കൂലിച്ചെലവ് സബ്സിഡി എന്നിവ നൽകിക്കൊണ്ട് പഞ്ചായത്തിലെ പൂക്കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓണത്തിന് ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിപണനം വനിതകൾക്ക് പ്രോത്സാഹനമാകുമെന്ന പ്രതീക്ഷയിലാണ് മുരിയാട് പഞ്ചായത്തും കൃഷിഭവനും. ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പ്രകൃതിയിലേക്ക് എന്ന പേരിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ജിജിമോൾ ജോണി, PTA പ്രസിഡന്റ് CP ജോഷി, MPTA വൈസ് പ്രസിഡന്റ് ജോൺ സി, ഫസ്റ്റ് അസിസ്റ്റന്റ് KT ഷീജ, എക്സിക്യൂട്ടീവ് അംഗം ശശികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. എക്കോ ക്ലബ്ബ് കൺവീനർ P. ലിറ്റി പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓരോ ക്ലാസ്സിലും ചെടികളും ചെടിച്ചട്ടികളും സമ്മാനിച്ചു. കുട്ടികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ കൂട്ടുകാർക്ക് സമ്മാനിച്ചു. സ്കൂൾ അങ്കണത്തിൽ ഔഷധ സസ്യത്തോട്ടം ഒരുക്കി. വിത്ത് ബോൾ നിർമ്മിച്ച് കുട്ടികൾക്ക് നൽകുകയും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ വലിച്ചെറിയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. നേച്ചർ ഫോട്ടോഗ്രാഫി, വീഡിയോ മേക്കിംഗ് തുടങ്ങിയ മത്സരങ്ങളും നടത്തി. ബഹുമാനപ്പെട്ട ടീച്ചർമാരെ, PTA പ്രസിഡന്റ് ജോഷി അടക്കമുള്ള സ്നേഹമുള്ള ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തൃക്കൂരിൽ സ്പെഷ്യൽ ഗ്രാമസഭയും ആലോചനാ യോഗവും സംഘടിപ്പിച്ചു. ശുചിത്വവും ഹരിതാഭവുമായ ഗ്രാമങ്ങൾ എന്ന വിഷയത്തെ മുൻനിർത്തി ഗ്രാമസഭയിൽ പരിസ്ഥിതി സംരക്ഷണം, ശുചിത്വം, ഖര പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം, ചട്ടങ്ങൾ, ജലസംരക്ഷണം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സംഗീത ദിവാകരൻ പ്രസംഗിച്ചു. നന്ദിക്കര GVHS സ്കൂളിലെ പരിസ്ഥിതി ദിനാചരണവും സ്വാപ് ഷോപ്പും പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് A. രാജീവ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, MPTA പ്രസിഡന്റ് വിദ്യാമാധവ്, പ്രധാനാധ്യാപിക KJ ബിജി, ഡോക്ടർ സുധീർ രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികൾ ഹരിതകർമ്മസേന അംഗങ്ങളുമായി സംവാദം നടത്തി. കല്ലേറ്റുംകര K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈകൾ നട്ടു. പ്രിൻസിപ്പാൾ S. ദീപ്തി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. PA സാബു, സുധ, NR ഉത്സാഹ്, CU രാജേഷ്, KJ ഫില്ലി, N. സുനിത മേനോൻ, വിദ്യാർത്ഥി പ്രതിനിധി അക്ഷത് ബാബു എന്നിവർ പ്രസംഗിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ AIYF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുതുക്കാട് മണ്ഡലത്തിലെ പൂക്കോട് SN UP സ്കൂളിൽ നടന്നു. അക്ഷരത്തണലും ഫലത്തണലും എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസാദ് പറേരി ഫലവൃക്ഷത്തൈകൾ സ്കൂൾ പ്രധാനാധ്യാപിക സിനിക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ സ്കൂൾ അങ്കണത്തിലേക്ക് 2 വർഷം കൊണ്ട് ഫലം കായ്ക്കുന്ന പ്രധാനപ്പെട്ട ഫലവൃക്ഷത്തൈകളും വിതരണം ചെയ്ത് നട്ടുപരിപാലിക്കുന്ന പദ്ധതിയാണ് അക്ഷരത്തണലും ഫലത്തണലും. പഠന സഹായവും പരിസ്ഥിതി സ്നേഹവും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസാദ് പറേരി പറഞ്ഞു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ബിന്ദു, അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് അംഗം, AIYF സംസ്ഥാന കമ്മിറ്റി അംഗവുമായ VK ബിനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ സാഹിത്യ മുരളി, E. ഉഷാദേവി, AIYF പുതുക്കാട് മണ്ഡലം സെക്രട്ടറി VN അനീഷ്, ജില്ലാ കമ്മിറ്റി അംഗം KS മിഥുൻ, PU ഹരികൃഷ്ണൻ, NU മോഹൻദാസ്, അധ്യാപിക ഷീബ എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളും പൊതു ഇടങ്ങളും കേന്ദ്രീകരിച്ച് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വൃക്ഷത്തൈ നടീൽ, ബോധവൽക്കരണം, ശുചീകരണം എന്നിവയാണ് AIYF പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ചെമ്പൂച്ചിറ GHSSൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. കൊടകര അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ P. വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ M. ലതാദേവി, സീനിയർ അസിസ്റ്റന്റ് C. ചാൾസ് വർഗീസ്, അനനിയാസ് ടിറ്റൻ എന്നിവർ പ്രസംഗിച്ചു. റാലിയും വൃക്ഷത്തൈ നടീലും വിതരണവുമുണ്ടായിരുന്നു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിൽ പരിസ്ഥിതി ദിനത്തിൽ സ്പെഷ്യൽ ഗ്രാമസഭ നടത്തി. ലോക പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ച് അളഗപ്പ നഗർ പഞ്ചായത്തിൽ ശുചിത്വവും ഹരിതാഭവുമായ ഗ്രാമങ്ങൾ എന്ന വിഷയത്തിൽ പ്രത്യേക ഗ്രാമസഭ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ TT ബെന്നി, ലിറ്റി മേജോ, സിനി ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസൺ തയ്യാലക്കൽ, KK ഹരിദാസ്, വിജീഷ് കുമാർ, സെക്രട്ടറി PB സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു.
കില റിസോഴ്സ് പേഴ്സണും മുൻ കൊടകര ബ്ലോക്ക് സാക്ഷരതാ പ്രേരക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനുമായ EK സത്യൻ വിഷയാവതരണം നടത്തി. 19 വാർഡ് മെമ്പർമാർക്കും മാവിൻ തൈ നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലെൻസ്വേർഡ് സൗത്ത് ഏരിയയുടെ പരിസ്ഥിതി ദിനാചരണം അളഗപ്പനഗർ APHSS സ്കൂളിൽ വെച്ച് നടത്തി. പഞ്ചായത്ത് അംഗം പ്രിൻസൺ തയ്യാലക്കൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സോജൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സിനി M. കുര്യാക്കോ, സൗത്ത് ഏരിയ പ്രസിഡന്റ് ആന്റണി ജെച്ചിരിയങ്കണ്ടത്ത്, സെക്രട്ടറി ജസ്റ്റിൻ ആറ്റുപുറം, സംസ്ഥാന സമിതി അംഗം സലിൽ ഭാസ്കർ, ട്രഷറർ വിനോദ്, ലെൻസ്വേർഡ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. കുട്ടികൾക്ക് വൃക്ഷത്തൈകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ആളൂർ വൃക്ഷ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിസ്ഥിതി പ്രവർത്തക പ്രൊഫസർ കുസുമം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോൺ കവലക്കാട്ട് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ആളൂരിലെ മുത്തശ്ശിമാവുകൾ സംരക്ഷിക്കുമെന്ന് യോഗം പ്രതിജ്ഞയെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ സന്തോഷ്, ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, അരവിന്ദൻ പേണിക്കൽ, സമിതി പ്രസിഡന്റ് M. മോഹൻദാസ്, ട്രഷറർ KS റാഫി എന്നിവർ പ്രസംഗിച്ചു. കല്ലേറ്റുമുക്കര ഗവൺമെന്റ് മോഡൽ പോളിടെക്നിക്കിലെ NSS യൂണിറ്റിന്റെയും ആളൂർ RMHSSലെ NSS സ്കൌട്ട് യൂണിറ്റുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊടകര പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊടകര GLP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൃക്ഷത്തൈ നട്ടുകൊണ്ട് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. K. പ്രസാദ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ പൊന്മനിശ്ശേരി, ജനപ്രതിനിധികളായ CM ബബീഷ്, ലിജോ കളത്തിങ്കൽ, ഗിരിജ ശ്യാംകുമാർ, ജിൻസി റാഫി, ലിൻഡോ കരുത്തി, സുമി ബിജു, ബിജി ഡേവിസ്, സ്മിത മനോജ്, KK സുരേഷ്, റോസ്ലി പാപ്പച്ചൻ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ VT സുമ, CK മനേഷ്, GLP സ്കൂൾ പ്രധാനാധ്യാപിക MK ഡെയ്സി, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ M. സുധീർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ നിഷ P. നായർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അങ്കണവാടി, ആശ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, MG NRGS ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച സ്കിറ്റ്, നൃത്തം എന്നിവയും ഉണ്ടായി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വനംവകുപ്പിന്റെ കവല ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ വിത്തൂട്ടും പ്രസന്റേഷൻ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സർപ്പ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സർപ്പ വോളണ്ടിയർ മിഥുൻ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ സെൽമി, കവല ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ മുഹമ്മദ് ഷെരീഫ്, AH ലജിൻ, SFO ഷൈൻമോൻ, BFOമാരായ TB അരുൺ, അനന്തു എന്നിവർ നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനത്തിൽ ശുചീകരണ യജ്ഞവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ്. കോടാലി ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് വ്യാപാരികൾ പരിസ്ഥിതി ദിനം ആചരിച്ചത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, BM ഷാജഹാൻ, ബൈജു പള്ളിപ്പാടൻ, ടൈറ്റസ് കട്ടക്കയം, ഫൗസിയ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ശരിയായ രീതിയിൽ സംസ്കരിക്കുകയും മറ്റുള്ളവരെയും അതിന്
പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ക്യാമ്പസ് പരിസരത്ത് വൃക്ഷത്തൈ നട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ സിമി വർഗീസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ ബാങ്ക് ചീഫ് മാനേജർ MA പീറ്റർ, അനൂപ് ടോണി, NSS കോർഡിനേറ്റർ ട്രീസ പീറ്റർ, യൂണിയൻ ചെയർമാൻ വൈഖരി എന്നിവർ സന്നിഹിതരായിരുന്നു. കോളേജിലെ വിവിധ വകുപ്പുകളുടെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും പരിസ്ഥിതി ബോധവും വളർത്താൻ വിവിധ മത്സരങ്ങൾ നടത്തി. പ്രകൃതിയുടെ ഭംഗിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ദൃശ്യവൽക്കരിക്കുന്ന ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച് ഫോട്ടോഗ്രാഫി മത്സരവും പരിസ്ഥിതി വികസനവും സംരക്ഷണവും എന്ന വിഷയത്തിൽ സംവാദവും നടന്നു. പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികൾ ആകർഷകമായി പോസ്റ്ററുകൾ നിർമ്മിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും ചൊല്ലി. മുപ്ലിയം വിമൽ ജ്യോതി സെൻട്രൽ സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലീന അധ്യക്ഷയായിരുന്നു. സിസ്റ്റർ മെറീന, തങ്കച്ചൻ, അനറ്റ് ഫ്രാൻസിസ്, സിസ്റ്റർ റോസീന, അർജുൻ എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി സെന്റ് പയസ് 10th CUP സ്കൂളിലെ പരിസ്ഥിതി ദിനാചരണം സെഷൻ ഫോറസ്റ്റ് ഓഫീസർ അശോകൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക സിസ്റ്റർ ക്രിസ് മരിയ പ്രസംഗിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാലയത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അനുമോദിച്ചു. ആദരവ് വിദ്യാലയത്തിനു വേണ്ടി പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി ഏറ്റുവാങ്ങി. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി വൃക്ഷത്തൈ നൽകി. പഞ്ചായത്ത് അംഗം KS ജോൺസൺ, വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരി NP മുരളി, സെക്രട്ടറി KS സുഗേഷ്, ട്രഷറർ തിലകൻ അയ്യഞ്ചിറ, മാനേജർ C രാഗേഷ്, രജത് നാരായണൻ, K രവീന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു. എല്ലാ മക്കൾക്കും നല്ല ഒരു അന്തരീക്ഷം, ഞാൻ പോയ ഇടത്തെല്ലാം നല്ല പരിമിതമായ സാഹചര്യത്തിൽ നടത്തപ്പെടുന്ന പാവം സ്കൂളുകളും അല്ലെ, വൃത്തിയുടെ കാര്യത്തിൽ രാജ്യം പരിപൂർണം എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തിയ പ്രധാനമന്ത്രിയുടെ മക്കളായി, ആ മക്കളെ നോക്കുന്ന അമ്മമാരായി നിങ്ങളുടെ അന്തരീക്ഷവും വളരെ വൃത്തിയായി നിങ്ങൾക്ക് പഠനത്തിനും പഠന ഇതര ആവശ്യങ്ങൾക്കുള്ള അന്തരീക്ഷം വളരെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾ എന്തായിത്തീരുന്നുവോ അതിൽ പ്രതിഫലിച്ചിരിക്കും. അതുകൂടി എല്ലാ അംഗങ്ങൾക്കും വളരെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു മുഹൂർത്തം തന്നെയാണ് ഇതിന് കാരണമായിട്ട് നമ്മളുടെ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ റിസൾട്ട്. ഈ വർഷത്തെ 88 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 50% കൂടുതൽ കുട്ടികൾ, 56% കുട്ടികളെ 90% മുകളിൽ നമുക്ക് എത്തിക്കാൻ സാധിച്ചു. 25% മുകളിൽ കുട്ടികളെ 95% മുകളിൽ എത്തിക്കാൻ സാധിച്ചു. അതുപോലെ 500-ൽ 495 മാർക്ക് വാങ്ങി നമ്മുടെ ടോപ്പ് സ്കോറർ റോസ് മെജോ ഒന്നാമതായിട്ടുണ്ട്. പുതുക്കാട് ദേശീയപാതയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വൻ ഗതാഗത കുരുക്കായിരുന്നു. പുതുക്കാട് സെന്റർ മുതൽ പാലേക്കര ടോൾ പ്ലാസ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. മഴ പെയ്തതോടെ സർവീസ് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണമായതെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഗതാഗത കുരുക്കായതോടെ ദേശീയപാതയിലുടനീളം വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുകയും യാത്ര മന്ദഗതിയിലാകുകയും ചെയ്തു. ഗതാഗത തടസ്സം കാരണം ആംബുലൻസുകൾക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളിലെ യാത്രക്കാരും വാഹനങ്ങളിൽ കുടുങ്ങി ദുരിതത്തിലായി. ഇനി ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് Gയുടെ വിശേഷങ്ങളുമായി സോക്കർ മാനിയ. യൂറോപ്യൻ ഫുട്ബോളിലെ ചുവന്ന ചെകുത്താന്മാരായ ബെൽജിയം, ആഫ്രിക്കൻ വീര്യത്തോടെ ഈജിപ്ത്, ഏഷ്യൻ കരുത്ത് കാട്ടാൻ ഇറാൻ, ഒപ്പം തിരമാല പോലെ ആഞ്ഞടിക്കാൻ ന്യൂസിലാൻഡ്. ഒരേ ലക്ഷ്യത്തോടെ 4 ഭൂഖണ്ഡങ്ങൾ മാറ്റുരയ്ക്കുന്ന ഗ്രൂപ്പാണ് G. ഏറെക്കാലം ലോക ഫുട്ബോളിന്റെ തലപ്പത്തിരുന്ന ടീം 2018-ലെ 3ാം സ്ഥാനക്കാർ. കിരീടത്തിൽ കണ്ണുമായി 2022-ലെത്തിയ സംഘത്തിന് പക്ഷേ ഗ്രൂപ്പ് ഘട്ടം കടക്കാനാകാതെ കാലിടറി. ആ വീഴ്ചയിൽ നിന്ന് ഒരു തിരിച്ചുവരവ്, അത് മാത്രമായിരിക്കും ബെൽജിയത്തിന്റെ ലക്ഷ്യം. കളിക്കാനും കളിപ്പിക്കാനും അറിയുന്ന കെവിൻ ഡിബ്രൂയിൻ, ബുള്ളറ്റ് ഷോട്ടുകൾ ഉതിർക്കുന്ന ലൂക്കാക്കു, ഗോൾ വലയ്ക്ക് മുന്നിൽ കോട്ട കിട്ടുന്ന
കോർട്ടേസ് തുടങ്ങിയ സുവർണ താരങ്ങൾക്ക് ഇത് അവസാന ലോകകപ്പാകും. അതുകൊണ്ട് ടീമിന് എക്കാലത്തെയും മികച്ച വിജയം സമ്മാനിക്കാനാകും അവരുടെ ശ്രമം. സമ്മർദ്ദം അതിജീവിക്കുക എന്നതാണ് ടീമിന്റെ പ്രധാന വെല്ലുവിളി. ഗ്രൂപ്പ് ജിയിലെ ആഫ്രിക്കൻ കരുത്താണ് ഈജിപ്ത്. 7 തവണ ആഫ്രിക്കൻ ചാമ്പ്യന്മാരായവർ. ഫിഫ റാങ്കിംഗ് 29. കഴിഞ്ഞ ലോകകപ്പിൽ യോഗ്യത നേടാൻ കഴിയാത്തതിന്റെ നിരാശ തീർക്കാൻ കൂടിയാണ് മുഹമ്മദ് സലായും സംഘവും തയ്യാറെടുക്കുന്നത്. ലിവർപൂൾ ഇതിഹാസം 33-കാരനായ മുഹമ്മദ് സലായാണ് ടീമിന്റെ എല്ലാം. ഈജിപ്തിന് മായാജാലം തീർക്കാൻ സലായുടെ മിന്നും പ്രകടനം വേണം. യുവതാരങ്ങളുടെ കരുത്തും ഈജിപ്തിന് മുതൽക്കൂട്ടാകും. യോഗ്യതാ റൗണ്ടിൽ ആധികാരികമായ വിജയങ്ങൾ നേടിയാണ് ഈജിപ്ത് തങ്ങളുടെ 4ാം ലോകകപ്പിലെത്തുന്നത്. ഏഷ്യൻ പോരാട്ടവീര്യം ലോകത്തിന് മുന്നിൽ കാണിക്കാൻ തന്നെയാണ് ഇറാൻ ഇത്തവണ ഇറങ്ങുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങൾ ഇറാന്റെ ലോകകപ്പിലെ പങ്കാളിത്തത്തെ ബാധിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. നിലവിലെ 21ാം റാങ്കുകാർക്ക് തങ്ങളുടെ 7ാമത്തെ ലോകകപ്പാണിത്. ഗ്രൂപ്പ് ഘട്ടം കടക്കാനായാൽ പോലും അത് മികച്ച നേട്ടമാകും. മികച്ച താരങ്ങളുണ്ട് ഇറാൻ സ്ക്വാഡിൽ. ഇവരിൽ നിന്ന് അട്ടിമറികൾ പ്രതീക്ഷിക്കാം. ഓഷ്യാനയിൽ നിന്നുള്ള പോരാളികൾ. 2010 ശേഷം ആദ്യമായാണ് ന്യൂസിലാൻഡ് ലോകകപ്പിന് യോഗ്യത നേടുന്നത്. ഗ്രൂപ്പ് ജിയിലെ അട്ടിമറി വീരന്മാരായാണ് ഇവരെ കണക്കാക്കുന്നത്. ഫിസിക്കൽ ഗെയിമിന്റെ ആശാന്മാരാണ് ന്യൂസിലാൻഡ്. പ്രീമിയർ ലീഗിൽ അനുഭവ സമ്പത്തുള്ള ക്രിസ് വുഡ് തന്നെയാണ് ന്യൂസിലാൻഡിന്റെ വജ്രായുധം. കടലാസിൽ കരുത്തർ ബെൽജിയമാണെങ്കിലും ഈജിപ്തിന്റെ വേഗതയും ഇറാന്റെ അച്ചടക്കവും ഗ്രൂപ്പ് ജിയിലെ മത്സരങ്ങൾ കടുപ്പമേറിയതാക്കും. അടുത്ത ഘട്ടത്തിലേക്ക് ആരൊക്കെ മുന്നേറുമെന്ന് കാത്തിരുന്നു കാണും. അടുത്ത ദിവസം ഗ്രൂപ്പ് എച്ചിനെ പരിചയപ്പെടാം. കാൽപന്തിന്റെ ലഹരി പടരട്ടെ. നന്ദി, നമസ്കാരം. സർക്കാർ നൽകിയ പട്ടയങ്ങളുടെ പകർപ്പ് വില്ലേജ് താലൂക്ക് ഓഫീസുകളിൽ കണ്ടെത്താൻ കഴിയാത്തതിനാൽ കല്ലൂരിലെ ഭൂ ഉടമകൾ പ്രതിസന്ധിയിൽ. 1970-71 കാലഘട്ടത്തിൽ ലഭിച്ച പട്ടയങ്ങളുടെ പകർപ്പാണ് ലഭ്യമല്ലാതായത്. തൃക്കൂർ പഞ്ചായത്തിലെ മലയോര മേഖലയിൽപ്പെട്ട പ്രദേശങ്ങളിലാണ് നിരവധി കുടുംബങ്ങൾ പട്ടയമില്ലാതെ പ്രതിസന്ധിയിലായത്. പട്ടയരേഖ കൈവശമില്ലാത്തവരെ നികുതി അടയ്ക്കാൻ അനുവദിക്കേണ്ടതില്ല എന്ന കഴിഞ്ഞ സർക്കാരിന്റെ ഉത്തരവ് കൂടി വന്നതോടെ ഭൂരേഖകൾ വിനിയോഗിക്കാനാകാത്ത സ്ഥിതിയിലാണ് മുട്ടിത്തടി പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ. 1970-71 കാലഘട്ടത്തിൽ പട്ടയരേഖകൾ സഹിതം ഭൂമി സ്വന്തമാക്കിയവരാണ് ഇവർ. പലതവണ ഭൂമി കൈമാറ്റം ചെയ്യുകയും 2026 മാർച്ച് വരെ കൃത്യമായി നികുതി അടയ്ക്കുകയും ചെയ്തു പോന്നിരുന്നവരാണ്. എന്നാൽ ഇപ്പോൾ പട്ടയങ്ങളുടെ രേഖകൾ ഇവരുടെ കൈവശമില്ല. സർക്കാർ ഓഫീസുകളിലും രേഖകൾ ലഭ്യമല്ലാതെ വന്നതോടെ ഭൂമിയുടെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് ഇവർക്ക് നിഷേധിക്കുകയും ഭൂനികുതി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുകയാണ്. ഇതോടെ റവന്യൂ വകുപ്പിന്റെ സേവനങ്ങളെല്ലാം ഇവർക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. എനിക്കിവിടെ 12 സെൻറ്റ് സ്ഥലമാണ്. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്. ആധാർ പ്രകാരമാണ് അന്ന് ഈ ഭൂമി എനിക്ക് തരുന്നത്. പട്ടയത്തിൻ്റെ കോപ്പിയോ അല്ല പട്ടയമോ അന്ന് എനിക്ക് ആവശ്യം ഇല്ലാതെ തന്നെ ഭൂമി രജിസ്റ്റർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ കര അടച്ചും പോന്നിരുന്നു. ഇപ്പോഴാണ് പട്ടയമില്ലാതെ കര അടയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഈ പട്ടയം കൊടുത്ത ഭൂമിയാണ്. ഈ പട്ടയ കടലാസ് നഷ്ടപ്പെട്ടു പോയേക്കുന്നതാണ്. ഈ പട്ടയ കടലാസിൻ്റെ രേഖകൾ സർക്കാർ ഓഫീസിൽ നിന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അവിടെ ഇല്ല എന്നും പറഞ്ഞു കടലാസിൽ അവർ സീൽ ചെയ്ത് തന്നു. അസൈൻമെൻറ്റ് ഓഫീസ് വരെ പോയി. അവിടെ നിന്നൊരു കടലാസിൽ അവർ അങ്ങനെ ഒരു രേഖ ഓഫീസിലില്ല എന്നും പറഞ്ഞ് സീൽ ചെയ്ത് തന്നു. അതുകൊണ്ടൊന്ന് വില്ലേജ് ഓഫീസറെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. വില്ലേജ് ഓഫീസറെ കൊണ്ട് കാണിച്ചു. അയാൾ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ല എന്ന്, കര അടയ്ക്കുകയില്ല. അപ്പം അതുകൊണ്ട് കര അടയ്ക്ക് ഞങ്ങൾ ഇത്ര നാൾ അടച്ചുകൊണ്ടിരുന്ന അത് ഏത് വിധത്തിലായാലും കര അടയ്ക്കുകയും ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ ആക്കി തരാനുള്ള രേഖകൾ തരണം സർക്കാരിൽ. നികുതി അടച്ച രശീതിയില്ലാത്തതിനാൽ വില്ലേജ് സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കുന്നതിനോ ജാമ്യാപേക്ഷ ഉൾപ്പെടെ കോടതി നടപടികൾക്കും വലിയ തടസ്സമാണ് നേരിടുക. ഭൂരേഖ വെച്ച് പുതുക്കാൻ കഴിയാത്തതിനാൽ
കാർഷിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി കണക്ഷൻ പോലും വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. വിഷയം ഗൗരവമായി പഠിച്ച മനുഷ്യാവകാശ കമ്മീഷൻ 2024 ഒക്ടോബർ 22 ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. 2020 ഇതുപോലെ പട്ടയം ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിട്ട് വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും പോകുന്നത്. അപ്പോൾ ഇത് പ്രശ്നം അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ ഇല്ലാതെ പരിഹരിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുകയാണ് ചെയ്തത്. മന്ത്രി രാജൻ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അങ്ങനെ എല്ലാ കളക്ടറെ കണ്ടിരുന്നു. പല ആൾക്കാരെ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടിട്ടും പരിഹാരമാവാതെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുകയും 2024 ജൂലൈ മാസം ലാൻഡ് റവന്യൂ കമ്മീഷണർ മനുഷ്യാവകാശ കമ്മീഷന് ഉറപ്പ് കൊടുത്തു, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാം, ഇത്രയും അധികം ആളുകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്, അത് ലാൻഡ് റവന്യൂ കമ്മീഷണർ മാർഗ്ഗനിർദ്ദേശം കൊടുക്കാമെന്ന് മനുഷ്യാവകാശ കമ്മീഷന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ഒക്ടോബർ 22 മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇതിൽ യാതൊരുവിധ നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. തങ്ങൾ പണം കൊടുത്തു വാങ്ങി തലമുറകളായി ഉപയോഗിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കാൻ ഇനി എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനും ഭൂനികുതി സ്വീകരിക്കുന്നതിനുമുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനും നഷ്ടപ്പെട്ട റവന്യൂ രേഖകൾ പുനഃസ്ഥാപിക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടത്തിന്റെ സഹായം തേടിയിരിക്കുകയാണ് ഇവർ. 17 വീട് വെച്ചാണ് ലോൺ എടുത്ത് വീട് വെച്ചാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പട്ടയം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ആള് പറയുന്നത്. പട്ടയം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആള്. പക്ഷെ അതിപ്പോൾ നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് പട്ടയം വേണം. ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് ഷെയർ ഇടാണ്ട് മോൾക്ക് കൊടുക്കണമെങ്കിലും അവൾക്ക് അത് കിട്ടിയോണ്ട് കാര്യമില്ല, വിറ്റ് പോകാൻ പറ്റില്ല പട്ടയം ഇല്ലാണ്ട്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വില്ലേജ് ഓഫീസിൽ ആൾ പോയിരുന്നു. അപ്പോൾ അവിടെ പട്ടയം ഇല്ല, അവിടെ ഇല്ല, വില്ലേജിലില്ല എന്നാണ് അവർ പറയണത്. അങ്ങനെ പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുടിയും പോയിരുന്നു, ഈ ഇവിടെ പള്ളിക്കുന്തള വില്ലേജിലും പോയിരുന്നു. പക്ഷെ അത് ശരിയായില്ല. അത് ഞങ്ങൾ വില്ലേജിലും ഇരിഞ്ഞാലക്കുട ഓഫീസിലൊക്കെ പോയിട്ടും അവിടെ ഇതിൻ്റെ രേഖകളൊന്നുമില്ല. അപ്പോൾ പട്ടയമില്ല, ഞങ്ങൾക്ക് ആധാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പട്ടയില്ലാണ്ട് ഒരു ലോൺ കിട്ടിയ വേറെ എന്തും പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് വളരെ പരിസ്ഥിതിയിലാണ്. ഇനി അത് ഉണ്ടാക്കി കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം എന്താ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. റവന്യൂ വകുപ്പിന്റെ വീഴ്ചയുടെ ഉത്തരവാദിത്വം ജനങ്ങളുടെ മേൽ ചുമത്തരുതെന്നും ഔദ്യോഗിക രേഖകൾ ലഭ്യമല്ലെന്ന കാരണത്താൽ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നതും ഭൂനികുതി സ്വീകരിക്കാത്തതും സാധാരണക്കാരായ ജനങ്ങളോടുള്ള അനീതിയാണെന്ന് വാർഡ് മെമ്പർ ജോജു ചാഴൂക്കാരൻ പറഞ്ഞു. ഇത് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്നേക്കണ എന്തോ വീഴ്ചയാണ്, അല്ലാതെ ഇവർ ഇത്ര കാലം അത് അടച്ചായിരുന്നാണ്. ഈ മാസം ഏപ്രിൽ മാസം തൊട്ടാണ് ഇത് അടയ്ക്കാൻ പറ്റില്ല. ഇത് അടയ്ക്കാൻ പറ്റില്ല. ഇവർ പൈസ കടം മേടിച്ചും കാര്യങ്ങളൊക്കെ മേടിച്ച് വീട് മേടിച്ച് ഇനിയിപ്പോൾ ലോൺ എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നികുതി അടയ്ക്കാത്ത കള്ളസായിട്ട് ചെല്ലാണ്ട് ഇവർക്ക് ഒരു കാര്യം നടക്കില്ല. കൃഷിഭവനിൽ നിന്ന് പോലും ഇവർക്ക് വളമോ അങ്ങനെ ഒരു സംഭവം കിട്ടുന്നില്ല. അപ്പോൾ ഇതിന് ആയിട്ട് ഞങ്ങൾ ഇന്നലെ കളക്ട്രേറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ സുന്ദരി മോഹൻദാസ് തൃക്കൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ഞങ്ങളെ കൂടി പോയി അവിടെ പോയി പരാതി കൊടുത്തായിരുന്നു. ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇവരെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കും. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി രംഗത്തുണ്ട്. ഇത്രയും കാലമായിട്ട് ജനകീയ പ്രക്ഷോഭമായിട്ട് ഇവിടെ പോയിണ്ടായില്ല. ഇനി അല്ലാണ്ട് ചെയ്യാണ്ടിരിക്കാൻ രക്ഷയില്ല. ഇനിയിപ്പോൾ അതിന് ഭാഗമായിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച പിന്നത്താഴ്ച റവന്യൂ മന്ത്രിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. എങ്ങനെയായാലും ഈ കാര്യം ഞങ്ങൾക്ക് നടത്താണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ പിറന്ന ആൾക്കാരൊക്കെയാണ്. ഇപ്പോൾ തന്നെ ഇങ്ങനെ ഇതിൽ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന ആശയവുമായി പട്ടയ മിഷൻ അടക്കം രൂപീകരിക്കപ്പെട്ട ഒരു സംസ്ഥാനത്താണ് ഇപ്പോൾ 1970 മുതൽ കൈവശമുണ്ടായിരുന്ന ഭൂമിക്ക് നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിക്ക് അവരുടെ ഉടമസ്ഥാവകാശം അനിശ്ചിതത്വത്തിലായിരിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. പട്ടയരേഖകൾ നഷ്ടപ്പെട്ടു എന്ന് വില്ലേജ് ഓഫീസർ വളരെ ലാഘവത്തോടെ പറയുന്ന ഒരു കാര്യത്തിൽ തങ്ങളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എങ്ങനെ സ്ഥാപിച്ചെടുക്കുമെന്ന ആശങ്കയാണ് ഈ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഈ വീട്ടുകാരുടെ മുഖത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർക്കുണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധിയിൽ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തൃക്കൂരിലെ പട്ടയ പ്രശ്നത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസിന്റെ നേതൃത്വത്തിൽ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് തടവുകാരനായിരുന്ന പുലക്കാട്ടുകര സ്വദേശി രേഷ് ബാബു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ AIYF ജില്ലാ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തിൽ സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് AIYF ആവശ്യപ്പെട്ടു.
പ്രായമെന്നത് വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കുകയാണ് ഈ മുതിർന്ന പൗരന്മാർ. വയോജനങ്ങളുടെ കൂട്ടായ്മയായ വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയറിലെ 40 പേരടങ്ങുന്ന സംഘം ആലപ്പുഴയിലേക്ക് നടത്തിയ ബോട്ട് യാത്ര വേറിട്ടൊരു അനുഭവമായി. ഏകാന്തതയുടെ വിരസതകളിൽ നിന്ന് മാറി പ്രായം മറന്നുല്ലസിച്ചാണ് സംഘം യാത്ര പൂർത്തിയാക്കിയത്. KSRTCയുടെ വേഗ 2 ബോട്ടിലായിരുന്നു വയോജനങ്ങളുടെ ഈ കായൽ യാത്ര. യാത്രയിലുടനീളം ആടിയും പാടിയും കുട്ടനാടിന്റെയും ആലപ്പുഴയുടെയും ചരിത്ര വിവരണങ്ങൾ കേട്ടും അവർ ഒരു പകൽ പൂർണ്ണമായും ആഘോഷമാക്കി മാറ്റി. മുതിർന്ന പൗരന്മാർക്കായി വിസ്മയങ്ങൾ കരുതിവെക്കുന്നതിൽ ഈ കൂട്ടായ്മ മുൻപും മാതൃകയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇവർക്കായി വിമാനയാത്രയും കപ്പൽ യാത്രയും ഒരുക്കിയിരുന്നു. പങ്കെടുക്കാനായവരിൽ ഭൂരിഭാഗം പേരും ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു വിമാനത്തിലും കപ്പലിലും കയറിയത്. 60 വയസ്സ് കഴിഞ്ഞവർ ശേഷിച്ച കാലം വീടുകളിൽ ഒതുങ്ങിക്കൂടാതെ അവർക്ക് ഒരു 2ാം യൗവനം സമ്മാനിക്കുകയാണ് ഗോൾഡൻ ഏജ് കെയർ. വെണ്ടോർ ലിഷർലാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗോൾഡൻ ഏജ് കെയർ നിയമസഹായങ്ങൾ, ഹെൽത്ത് ക്യാമ്പുകൾ, വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനകൾ തുടങ്ങി ഒട്ടനവധി സേവനങ്ങളാണ് വയോജനങ്ങൾക്ക് നൽകി വരുന്നത്. 60 വയസ്സ് പൂർത്തിയായ ആർക്കും ജാതി മത വർഗഭേദമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരി സംഖ്യയോ ഇല്ലാതെ തീർത്തും സൗജന്യമായി ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാകാം. വരും ദിവസങ്ങളിലും വയോജനങ്ങളുടെ ശാരീരിക മാനസികോല്ലാസം ലക്ഷ്യമിട്ട് നിരവധി കർമ്മ പദ്ധതികളാണ് സംഘടന ഒരുക്കുന്നത്. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി തൃശ്ശിവപേരൂരിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് വള്ളിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാരായണീയം സമ്പൂർണ്ണ പാരായണവും മോക്ഷസുപദം നാരായണീയ സമിതിയുടെ രജിസ്ട്രേഷനും നടത്തി. ക്ഷേത്രം മേൽശാന്തി മനോജ് ഭദ്രദീപം തെളിയിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി ഉദ്ഘാടനവും പ്രഭാഷണവും നാരായണീയ പാരായണത്തിന് നേതൃത്വവും നൽകി. അഖില ഭാരത നാരായണീയ സമിതി ഭാരവാഹികളായ AS സുനേഷ്, സുമേഷ് നിവേദ്യം എന്നിവർ പ്രസംഗിച്ചു. ആചാര്യ അജിത ഹരിദാസിന് സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മോക്ഷസുപദം നാരായണീയ സമിതിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകി. നാരായണീയ പാരായണത്തിനായി വല്ലച്ചിറ, നന്ദിക്കര, രാപ്പാൾ, ഇരിങ്ങാലക്കുട, ഞാലിക്കുളം, പാഴായി, കരിയന്നൂർ, പെരുന്തട്ട, കണ്ടംകുളങ്ങര എന്നീ നാരായണ സമിതികളിൽ നിന്നുള്ള അംഗങ്ങളും പങ്കെടുത്തു. സ്വാമി ആത്മാനന്ദ സരസ്വതി ക്ഷേത്ര ഭാരവാഹികളായ മുരളീധരൻ ചേലാട്ട്, രാജു വെച്ചൂർ, മോഹൻദാസ് വെച്ചൂർ എന്നിവരും മാതൃസമിതി അംഗങ്ങളും സന്നിഹിതരായി. പ്രസാദ ഊട്ടിനു ശേഷം രുക്മിണി സ്വയംവരം, ഭജന, മംഗളാരതി എന്നിവയോടുകൂടി പാരായണം പൂർത്തീകരിച്ചു. ക്ഷേത്രത്തിൽ എല്ലാ തിരുവോണ നാളിലും നാരായണീയ പാരായണവും തിരുവോണ ഊട്ടും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഇവിടെ പല സ്ഥലത്തു നിന്നും നാരായണീയ കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. കലേറ്റുംകര K കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയിൽ ഗസ്റ്റ് ലെക്ചററുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ശനിയാഴ്ച അഭിമുഖം നടത്തും. ബന്ധപ്പെട്ട വിഷയത്തിൽ BTech ഫസ്റ്റ് ക്ലാസ് ആണ് യോഗ്യത. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ശനിയാഴ്ച രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്റർവ്യൂവിന് കോളേജിൽ നേരിട്ട് ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484202074 8547005080 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിലവിലുള്ള LSD മെഡിക്കൽ ഓഫീസറുടെ ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. 60,410 രൂപയാണ് ശമ്പളം. താൽപര്യമുള്ളവർ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷയും ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കോപ്പികൾ സഹിതം ജൂൺ 12-ന് മുൻപായി നേരിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ FHC വരന്തരപ്പള്ളി വേലുപ്പാടം PO എന്ന വിലാസത്തിലോ അയയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 9484848754 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,275 രൂപ, പവന് 1,14,200 രൂപ. പറപ്പൂക്കരം ഉത്രത്തിക്കര വടാശ്ശേരി ദേവകിയമ്മ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ നാരായണൻ നായരാണ് ഭർത്താവ്. ചന്ദ്രശേഖരൻ, മോഹനൻ, പുഷ്പവല്ലി, പ്രമോദ് എന്നിവർ മക്കളും. രാധാമണി, ഗിരിജ, ഷീന, പരേതനായ രാമൻ നായർ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മലപ്പുറത്ത് വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശികളായ 3 പേർ മരിച്ചു. മരിച്ചത് കുന്നംകുളം സ്വദേശികൾ. ലോക പരിസ്ഥിതി ദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ.
പുതുക്കാട് ദേശീയപാതയിൽ ഗതാഗത കുരുക്ക്, വലഞ്ഞ് യാത്രക്കാർ. പട്ടയങ്ങളുടെ പകർപ്പ് കല്ലൂർ വില്ലേജ് ഓഫീസിൽ കണ്ടെത്താനായില്ല. കല്ലൂരിലെ ഭൂ ഉടമകൾ പ്രതിസന്ധിയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.